ഹായ് ഹലോ. ഇന്ന് ആകാശവെള്ളരിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു കായാണ്. ഇതിന് പല ഉപയോഗങ്ങളുണ്ട്. ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും, ഷെയ്ക്കാക്കി കുടിക്കാൻ പറ്റും, അതുപോലെ കറി വെക്കാൻ, അച്ചാറിടാൻ, പിന്നെ നമ്മൾ സാമ്പാർ കഷ്ണമോ അവിയൽ കഷ്ണമോ ഒക്കെ ഇടുന്ന കൊടുത്തി അങ്ങനെയൊക്കെ ഇടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഉൾവശം ശരിക്കും നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും എല്ലാം. ചെറിയൊരു മധുരം, ചെറിയൊരു പുളിപ്പ്. പാഷൻ ഫ്രൂട്ട് എങ്ങനെ കഴിക്കുന്നോ അതേ ടേസ്റ്റ്, ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഇതിൻ്റെ അകത്തെ ചെറിയ ചെറിയ കാ പോലെ ഇരിക്കുന്നതിന്. അത് നല്ല നല്ല തിന്നാൻ കൊള്ളാവുന്നതാണ്. പാഷൻ ഫ്രൂട്ട് എങ്ങനെ കഴിക്കുന്നോ അതുപോലെ കഴിക്കാൻ ഇതും കൊള്ളാം. അതുപോലെ ഇത് പ്രമേഹം, രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോള്, പിന്നെ ഉദര സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും ഇത് നമ്മൾ കറി വെച്ചോ അല്ലെ എങ്ങനെ കഴിച്ചാലും ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ആകാശവെള്ളരി നട്ടു വളർത്തുന്നതിന് പ്രത്യേക സംരക്ഷണമോ പ്രത്യേക കെയറോ ഒന്നും ആവശ്യമില്ല. ഈ ചെടി ശരിക്കും 100-ലധികം വർഷം ഈ പ്ലാന്റ് ഇതിൻ്റെ ചെടി നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ പാവലിനും പിന്നെ ഒക്കെ പന്തലിട്ട് കൊടുക്കുന്നവരൊരു പന്തലിട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് വളരും. ഇതിൻ്റെ അകത്ത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഇച്ചിരി മൂത്ത് പോയത് കൊണ്ടാണ്. അല്ല, ജ്യൂസ് അടിക്കാനൊക്കെ നല്ലത്, ഷെയ്ക്ക് അടിക്കാനും ഒക്കെ നല്ല ഒരു ഇളം പാകത്തിനുള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു ശാക്കലം നല്ല മൂപ്പായി പോയത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ചെറിയൊരു മഞ്ഞ ഇതുണ്ട്, ഇപ്പോൾ ഒരു പാളി പോലെ. അതങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അത് കഴിയുമ്പോൾ കറി വെക്കുകയോ അച്ചാറിടുകയോ എന്ത് വേണേൽ ചെയ്യാം. നല്ല ടേസ്റ്റുള്ളതാണ്. ഞാൻ മോരൊഴിച്ച് നമ്മൾ പുളിശ്ശേരി വെക്കുന്ന പോലെ വെച്ച് നോക്കി, നല്ലതായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.